أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الناس أوصيكم إياي أولا بتقوى الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العلي العظيم، وصدق وبلغ رسالة الكريم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം ഇഹപര വിജയം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ, പോരായ്മകൾ നാഥൻ തമ്പുരാൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, വിശ്വാസി സമൂഹം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലാഹുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതത്തെ കൃത്യപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്നതാണ്. നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം അല്ലാഹുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരം ആലോചനകളാണ്. നമ്മുടെ ജീവിതത്തിന് വർണ്ണം നൽകുന്നത് അത് അല്ലാഹുവാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വർണ്ണം നൽകേണ്ടത് ഒരു വിശ്വാസിയാണ് എങ്കിൽ അത് അല്ലാഹുവിൽ നിന്നാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്.
അതാണ് ഖുർആൻ പറയുന്നത്, സിബഅത്തുല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബഅ വനഹ്നു ലഹു ആബിദൂൻ. നിങ്ങൾ അടിയാറുകളാണ് എങ്കിൽ, അല്ലാഹുവിനെ അനുസരിക്കുന്ന, ആരാധന നടത്തുന്ന, അടിമത്തം പ്രഖ്യാപിക്കുന്ന ആളുകളാണ് നിങ്ങൾ എങ്കിൽ, നിങ്ങൾ നിർവഹിക്കേണ്ടത് സിബഅത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വർണ്ണമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ആ വർണ്ണമാണ് എല്ലാ വർണ്ണത്തെക്കാളും അപ്പുറത്ത് നിൽക്കുന്ന വർണ്ണം. ഏറ്റവും മനോഹരമായ വർണ്ണം അതാണ്. ജീവിതത്തിൽ നിങ്ങൾ ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ വർണ്ണത്തെ മുറുകെ പിടിക്കുക. മറ്റെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന എല്ലാ അർത്ഥത്തിലുള്ള പ്രലോഭനങ്ങളെയും തട്ടിമാറ്റി അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കുവാൻ സാധ്യമാവുക എന്നതാണ് വിശ്വാസികളോട് പഠിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഈ ലോകത്ത് ആധുനിക കാലത്ത് വിവിധങ്ങളായ ഇസങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലിബറലിസം എന്ന് പറയുന്ന ഒരു ആശയം. ആ ആശയ പരിസരത്ത് നിന്ന് ആലോചിക്കുമ്പോ മൈ ബോഡി മൈ ചോയ്സ് മൈ റൈറ്റ്, എന്റെ ശരീരമാണ്, എന്റെ തെരഞ്ഞെടുപ്പാണ്, എന്റെ അവകാശമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ് എന്നതിലേക്ക് വരുന്ന ചില ഒരു പൊള്ളയായ വാർത്തകൾ നമുക്ക് ചുറ്റും കാണുവാൻ വേണ്ടി കഴിയും. അതിനെയാണ് ഖുർആൻ നിശ്ചിതമായി എതിർത്തത്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു ചോദിക്കുക, അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവ, സ്വന്തം ഇച്ഛയെ, തനിക്ക് തോന്നുന്നതിനെ ആരാധ്യനാക്കുന്നവൻ, അവന്റെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്, അവന്റെ വിവാഹത്തെ കുറിച്ച്, അവന്റെ സാമ്പത്തിക രംഗത്തെ കുറിച്ച്, അവന്റെ സാംസ്കാരിക രംഗത്തെ കുറിച്ച്, അവന്റെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച്, അവന്റെ തെറ്റിനെ സംബന്ധിച്ച്, നന്മയെ സംബന്ധിച്ച്, തിന്മയെ സംബന്ധിച്ച് ഒക്കെയും അവന് ഉപോത്ഭകമായി വർത്തിക്കുന്നത്, അവൻ അടിസ്ഥാനമാകുന്നത് അവന്റെ തോന്നലുകളാണ്, അവന്റെ ഇച്ഛയാണ്. അങ്ങനെയുള്ള ആളുകൾ അഫറഅയ്ത, താങ്കളുടെ അഭിപ്രായം എന്താണ്? സ്വയം തോന്നലുകളെ ആരാധ്യരാക്കുന്ന ഇത്തരം ആളുകളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? താങ്കൾ അവർക്ക് വേണ്ടി താങ്കൾ അവർക്ക് വേണ്ടി വക്കാലത്ത്, നാളെ ഒരാളുടെയും വക്കാലത്തില്ലാത്ത അള്ളാന്റെ റസൂലിന്റെ വക്കാലത്ത് മാത്രം ഉപകാരപ്പെടുന്ന ഒരു രംഗം നമുക്ക് എല്ലാവർക്കും വരാനുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ശുപാർശ മാത്രം ഗുണം ചെയ്യുന്ന ഒരു രംഗം, നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്കും പരക്കം പഞ്ഞു നടക്കുന്ന ഒരു രംഗം നമുക്ക് കടന്നു വരാൻ പോകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശുപാർശ ലഭിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഇവരെ നിങ്ങൾ ഉൾപ്പെടുത്തുമോ എന്ന അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ചോദ്യത്തിന്റെ മറ്റൊരർത്ഥം, അങ്ങനെ താന്തോന്നികളായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാന്റെ റസൂലിന്റെ ശുപാർശ ലഭിക്കുകയുള്ള അവർ അള്ളാന്റെ റസൂലിന്റെ ഹിസ്ബല്ല, അള്ളാന്റെ റസൂലിന്റെ പക്ഷമല്ല എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർവഹിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, അതെന്താണ് ഹലാലാക്കിയാൽ, അതെന്താണ് ഹറാമാക്കിയാൽ? നമ്മൾ തന്നെ സ്വയം ഓരോരുത്തരും അവരുടെ ലോകമൊത്തം ഇതേതാ നൂറ്റാണ്ട്, ഇവിടെ എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്ന ആളുകളാണല്ലോ. പിന്നെ എന്താണ് അത് ഹലാലായാൽ? എന്തിനാണ് ഇങ്ങനെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഇത്തരം അതിരുകൾ എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത്, ഈ ഹലാൽ ഹറാമുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ അത്രമേൽ സുന്ദരമാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതെല്ലാം അങ്ങനെയാണ്. നിങ്ങളൊരു ഫുട്ബോൾ കളിയെ വിവക്ഷിച്ച് നോക്കുക, അവിടെ ഒരു നിയമവും ഇല്ല എങ്കിൽ, അവിടെ ഹാൻഡ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല എങ്കിൽ, പെനാൽറ്റി ബോക്സ് ഇല്ല എങ്കിൽ, എവിടെയും അടിച്ചാൽ ഗോളാകുമെങ്കിൽ,
ആ കളിക്ക് എന്തൊരു മനോഹരമാണ് ഉണ്ടാവുക, എന്തൊരു സൗന്ദര്യമാണ് അതിനുണ്ടാവുക. അതേ സന്ദർഭത്തിൽ ആ ഫുട്ബോൾ കളിയുടെ സൗന്ദര്യത്തെ നിലനിർത്തുന്നത് ഇത്തരം നിയമങ്ങളാണ്. അത് ഇന്ന സ്ഥലത്തേക്ക് പന്ത് പോയാൽ മാത്രമാണ് ഗോളാവുകയുള്ളൂ എന്ന നിയമമാണത്. അത് കാലുകൾ കൊണ്ട് മാത്രമേ ചവിട്ടാവൂ എന്ന നിയമമുള്ളത് കൊണ്ടാണ്. കൈകളിൽ തട്ടിയാൽ അവിടെ കളി നിർത്തണമെന്ന നിയമമൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഒരു ബൗണ്ടറി ഉള്ളത് കൊണ്ടാണ്. ഈ ബൗണ്ടറിക്കപ്പുറത്തേക്ക് പോയാൽ നിങ്ങൾക്ക് കളി അവിടെ അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ള നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഫുട്ബോൾ കളി ഒരു സുന്ദരമായ കളിയായിട്ട് മാറുന്നത്. ഇതുപോലെയാണ് ജീവിതത്തിലെ നമ്മുടെ എല്ലാ സംഗതികൾക്കും എന്ന പോലെ നമ്മുടെ ജീവിതത്തിനും ചില നിയമങ്ങളും ചട്ടങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ആ സുന്ദരമായ ജീവിതത്തിലേക്ക്, അത് ഈ ലോകത്തും പരലോകത്തും നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യത്തെ വരച്ചു കാണിക്കുന്നതാണ് ഇത്തരം നിയമങ്ങൾ. ഇതിൽ നിന്ന് കുതറി മാറി എന്റേത് മാത്രമെന്ന ചിന്തയിലേക്ക് പോകുന്ന, എല്ലാർത്ഥത്തിലുള്ള തന്റെ ഇച്ഛയെ ആരാധ്യരാക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ സൂറത്തുൻ നഹ്ൽ 116-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, വലാ തഖൂലു ലിമൻ തസിഫു അൽസിനതുകുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾക്ക് തോന്നുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെയൊക്കെയും കള്ളം പറയുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. നിങ്ങൾക്ക് തോന്നുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാവരും സ്ത്രീ പുരുഷ ബന്ധവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇന്നത്തെ കാലം അങ്ങനെയല്ലേ, ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ എന്താണ്, ഒന്ന് യാത്ര ചെയ്താൽ എന്താണ്, ഒന്ന് ഒരുമിച്ചിരുന്നാൽ എന്താണ്, ഒന്ന് ഹഗ് ചെയ്താൽ എന്താണ് എന്ന് നമുക്ക് തോന്നുകയാണ്. എന്നിട്ട് അതിനെ നമ്മൾ ഈ നൂറ്റാണ്ടിനോട് ചേർത്തിട്ട് അത് ഹലാലാക്കുകയാണ്. എന്താണ്, നമുക്ക് പലിശക്ക് വാഹനം വാങ്ങിയാൽ എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ പലിശക്ക് വാഹനം. ഇന്നത്തെ കാലത്ത് പലിശയില്ലാതെ വാഹനം എങ്ങനെയാണ് വാങ്ങാൻ വേണ്ടി കഴിയുക? അതുകൊണ്ട് അത് പ്രശ്നമില്ല. ഇന്നത്തെ ഈ കാലത്ത് പലിശയോടുകൂടി വാഹനം വാങ്ങുക എന്നത് ഹലാലാണ് എന്ന് നമ്മളങ്ങ് പറയാൻ. ഇങ്ങനെ ഓരോ വിവാഹത്തെ സംബന്ധിച്ച്, നമ്മുടെ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ച്, പലിശയെ സംബന്ധിച്ച്, കച്ചവടത്തെ സംബന്ധിച്ച്, നമ്മുടെ സ്ത്രീ പുരുഷ ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെയും നമ്മുടെ നാവിന് തോന്നുന്നത്, അതാണ് ഖുർആൻ പറയുന്നത്, ലിമാ തസിഫു അൽസിനതകും, നിങ്ങളുടെ നാവിന് തോന്നുന്നത് അങ്ങ് വിളിച്ചു പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിന് കദിബ് എന്നാണ് പറഞ്ഞത്. ഒരു വർത്തമാനം എന്ന് ഖുർആൻ പറയാതെ ആ കള്ളമുണ്ടല്ലോ, ഹാദാ ഹലാൽ, ഇത് ഹലാലാണ്, വഹാദാ ഹറാം, അത് ഹറാമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതിനനുസരിച്ച് നിങ്ങൾ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇത് നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ അലല്ലാഹിൽ കലിം, നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ നിങ്ങൾക്ക് തോന്നുന്നതിനനുസരിച്ച് കാലഘട്ടം മാറി എന്ന ചില ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതെല്ലാം ഹലാൽ ഹറാമുകൾ എന്നതാണ് ഖുർആൻ അതവിടെ കൃത്യപ്പെടുത്തുന്നത്. ഇസ്ലാം ഹലാൽ ഹറാമുകൾ അങ്ങനെ വെറുതെ ഉണ്ടാക്കിയതുമല്ല. നിങ്ങൾ ഹലാൽ ഹറാമുകളെ കുറിച്ച് പഠിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഹറാമാക്കിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കുന്നതിന് മുമ്പ് പലതും ഹലാലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വ്യഭിചാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് വിവാഹത്തിലൂടെയുള്ള ലൈംഗിക ബന്ധത്തെ ഹലാലാക്കി എന്ന് മാത്രമല്ല, അത്തരം ബന്ധങ്ങൾ ഒരു ഘട്ടത്തിൽ ഫർള് വരെ ആവുന്ന രീതിയിൽ അതിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നതാണ്. അഥവാ ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും പരസ്പരമുള്ള ആകർഷണീയത എന്ന് പറയുന്ന ഒരു നാച്ചുറൽ, ആ പ്രകൃതിദത്തമായ ഒരു പ്രതിഭാസത്തെ അള്ളാഹു അംഗീകരിക്കുകയും എന്നാൽ നിങ്ങൾ ഹറാമിലൂടെ അത് നിർവഹിക്കരുത് എന്നും അതിനപ്പുറത്ത് ഹലാലായ മറ്റൊരു മാർഗം കാണിച്ചു തന്നതാണ് ഇസ്ലാം ചെയ്ത സൗന്ദര്യം എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് പലിശ ഹറാമാക്കിയിട്ടുണ്ട് ഇസ്ലാം. പക്ഷെ പലിശ ഹറാമാക്കുമ്പോ ആ പലിശ ഹറാമാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കച്ചവടത്തെ ഹലാലാക്കി തന്നിട്ടുണ്ട്. എന്നതാണ് ഖുർആനിക പദപ്രയോഗം. നിങ്ങൾക്കിതാ കച്ചവടത്തെ ഹലാലാക്കി തന്നിരിക്കുന്നു, അഥവാ അത് നിങ്ങൾക്ക് പലിശയെ ഹറാമാക്കിയിരിക്കുന്നു. അഥവാ നിങ്ങൾക്കൊരു സാമ്പത്തിക എൻഗേജ്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പൊ അതിന് ചൂഷണത്തിൻ്റെതായ പലിശയിലൂടെയല്ല നിങ്ങൾ അത് നിർവഹിക്കേണ്ടത്, ആ ഫിനാൻഷ്യൽ എൻഗേജ്മെന്റ് നടത്തേണ്ടത്. മറിച്ച് കച്ചവടം എന്ന് പറയുന്ന ഹലാലായ മാർഗത്തിലൂടെയുള്ള ഫിനാൻഷ്യൽ എൻഗേജ്മെന്റാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന പ്രഖ്യാപനമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സുന്ദരമായ ഒരു ദർശനത്തിന്റെ കൂടി പേരാണ്. ആ ഇസ്ലാം നമുക്ക് ജീവിതത്തിൽ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളാണ് ഒരുക്കി തന്നിട്ടുള്ളത്. അത് നമുക്ക് ഒരിക്കലും കുടുസായ ഒരു കാര്യമല്ല. അത് അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്കത് നിർവഹിക്കാൻ സാധ്യമാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ അള്ളാഹുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിർവഹിക്കുവാൻ വേണ്ടി കഴിയുന്നുവെങ്കിൽ, അലാ ലഹുൽ ഖൽഖു വൽ അംർ, അഥവാ ഖൽഖ് അല്ലാഹുവാണല്ലോ, നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അലാ ലഹുൽ ഖൽഖ്, അല്ലാഹുവിനാണ് ഖൽഖ് എങ്കിൽ, സൃഷ്ടിപ്പിനുള്ള അധികാരമെങ്കിൽ, വൽ അംർ, കൽപ്പനാധികാരവും അല്ലാഹുവിനാണ്. സൃഷ്ടിപ്പ് അല്ലാഹുവാണ് എന്നാൽ കൽപ്പനാധികാരം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുക എന്നതല്ല. ഇത് ഇസ്ലാമിന്റെ തൗഹീദിന്റെ അടിസ്ഥാനമാണ്, ഹാക്കിമിയത്തിന്റെ അടിസ്ഥാനമാണ്. ഈ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അല്ലാഹുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിവിധ രീതിയിൽ നമ്മൾ അത്തരം സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സാംസ്കാരിക ലിബറലിസം എന്ന് പറയുന്നത് വലിയ അപകടകരമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കുടുംബത്തെ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. കുടുംബം എന്താണ്? കുടുംബത്തെ സംബന്ധിച്ച് ഖുർആൻ നമ്മളോട് പരിചയപ്പെടുത്തുന്നത് അർഹാം എന്ന പദപ്രയോഗത്തിലൂടെയാണ്. അഥവാ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട രണ്ട് സിഫത്തുകൾ എന്ന് പറയുന്നത് ഒന്ന് അർ-റഹ്മാൻ, മറ്റൊന്ന് അർ-റഹീമുമാണ്. കാരുണ്യം എന്ന അർത്ഥത്തിൽ വരുന്ന രണ്ട് സിഫത്തുകളാണ് അള്ളാഹുവിന്റെ പ്രധാനമായ രണ്ട് സിഫത്തുകൾ. ആ സിഫത്തിനോട് ചേർന്ന്, ആ വിശേഷണത്തോടുകൂടി ചേർന്നാണ് ഖുർആൻ അർഹാം എന്ന പദപ്രയോഗത്തിലൂടെ കുടുംബ ബന്ധത്തെ പറയുന്നത്. കുറച്ചുകൂടി കടന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിന് റഹിം എന്ന പദപ്രയോഗം കൂടിയുണ്ട്. ഇതിനോട് കണക്ട് ചെയ്യുകയാണ്. കുടുംബം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാരുണ്യമുള്ളൊരിടമാണ്. ആ കുടുംബം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ നിർവഹിക്കേണ്ട ഒരിടം എന്ന അർത്ഥത്തിലല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ആ കുടുംബം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചിട്ട് പൂർത്തീകരിച്ചപ്പോ അർഹാം എഴുന്നേറ്റ് നിന്നു, കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു പോലും അള്ളാഹുവിനോട്, അള്ളാഹുവേ, ഞാനൊരു ആവലാതി ബോധ്യപ്പെടുത്തുകയാണ്. നീ ഇവിടെ ലോകത്ത് കുറെ ആളുകളെ സൃഷ്ടിച്ചു, എന്നിട്ട് കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ അതിന്റെ ഭാഗമായി നട്ടെല്ലായി നീ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ അവർ അത് മുറിച്ചു കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് കുടുംബ ബന്ധം അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞത്, നിന്റെ ആവലാതി ഞാൻ അംഗീകരിക്കുന്നു, എന്നിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, ആര് ഈ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ ചേർത്ത് നിർത്തുന്നുവോ അവരെ ഞാനും ചേർത്ത് നിർത്തുന്നു. ഈ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ ആര് തള്ളിക്കളയുന്നവോ, ആര് മുറിച്ചു കളയുന്നവോ, ഞാനും അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുന്നു. അഥവാ
കുടുംബം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള, ചേർന്ന് നിൽക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കുടുംബം തന്നെ നമ്മുടെ ഇസ്ലാമിക പ്രവർത്തനത്തിന്, ഇസ്ലാമിക ജീവിതത്തിന് വളരെ അനിവാര്യമായി കൂടെ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. ആ കുടുംബം നമുക്ക് വേറെ ഏതൊക്കെയോ ഭൗതികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നതല്ല, മറിച്ച് നമ്മുടെ ഒരു ഇസ്ലാമിക ജീവിതത്തിന്, നമ്മുടെ ഇസ്ലാമികമായ ജീവിതത്തിന് പരസ്പരം താങ്ങും തണലുമായി, നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് യാത്രയാകാൻ, നാളെ സ്വർഗത്തിലും ഈ ഇണകളുടെ കൂടെ ജീവിക്കാൻ സാധ്യമാകുന്ന ഒരു സുന്ദരമായ കുടുംബ സംവിധാനത്തെ കുറിച്ചാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ആ കുടുംബത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് കഴിയണം. അവന്റെ തീരുമാനങ്ങളെ, അവന്റെ നിർദ്ദേശങ്ങളെ, അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ കുടുംബത്തിലേക്ക് ഇറക്കി വെക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നുവെങ്കിൽ ഈ കാരുണ്യവും ഈ സക്കീനത്തും, നിങ്ങൾ കുടുംബത്തെ പരിചയപ്പെടുത്തുന്ന പദങ്ങളൊക്കെയും ആലോചിച്ച് നോക്കൂ. അത് നമ്മുടെ ജീവിതത്തിൽ കാരുണ്യം നൽകുന്നതാണ്, ശാന്തി നൽകുന്നതാണ്, പരസ്പരം ഇണതുണകളായി ജീവിതത്തിൽ മുന്നോട്ട് പോകാനും മരണത്തോടുകൂടി അതിനുശേഷം സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ കഴിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ഇസ്ലാം കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത്. അത് നേടിയെടുക്കുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങളൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് 4 കാര്യങ്ങൾ കൊണ്ടാകാം. സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണുകയാണ്. ലിമാലിഹ വലിജമാലിഹ വലിഹസബിഹ വലിദീനിഹ. ഒന്ന്, അവരുടെ സമ്പത്ത് നോക്കിയിട്ട് ചില ആളുകൾ വിവാഹം കഴിക്കാറുണ്ട്. സമ്പത്ത് നോക്കിയിട്ട് ചില ആളുകൾ വിവാഹം കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ ഭംഗി നോക്കിയിട്ട് വിവാഹം കഴിക്കാറുണ്ട്. ചില ആളുകൾ തറവാടിന്റെ പോരിമ നോക്കിയിട്ട്, കുടുംബ പോരിമ നോക്കിയിട്ട് ചില ആളുകൾ വിവാഹം കഴിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ വലിദീനിഹ, ദീൻ നോക്കിയിട്ടും ആളുകൾ വിവാഹം കഴിക്കാറുണ്ട്. ഫദ്ഫർ ബിദാത്തി ദീൻ, നിങ്ങൾ ആ ദീനിനെ മുറുകെ പിടിക്കുക. ഇത് പ്രധാനമായും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ആ കുടുംബത്തിന്റെ 2 തൂണുകളാണ്. ഒരേ പ്രാധാന്യമുള്ള, ഒന്നിന് മറ്റൊന്നിനേക്കാളല്ല, ഒരേ പ്രാധാന്യമുള്ള 2 തൂണുകളാണ് ആ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആണും പെണ്ണും. ആ ആണും പെണ്ണിനെയും ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ ആ കുടുംബമാകുന്ന കെട്ടിടത്തിന് നല്ല ഫലമുണ്ടാകും. ആ കുടുംബമാകുന്ന കെട്ടിടത്തിന് നല്ല ഫലമുണ്ടാകും. ആ കുടുംബത്തിനുണ്ടാവേണ്ടുന്ന എല്ലാ ഫലങ്ങളും അവരിലൂടെ നിർവഹിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതെല്ലാം ദീനിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ കുടുംബ ജീവിതത്തിന് അടിത്തറ പാകുന്നുവെങ്കിൽ നമുക്ക് കുടുംബ ജീവിതത്തിലൂടെ ഈ ലോകത്തും പരലോകത്തും നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ കൊയ്യാൻ നമ്മൾ അവിടെ പരാജയപ്പെടുകയാണ്. ഇതാണ് അതിന്റെ ഒരു തലം. രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത്, ദീൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ദീനിനെ മുൻനിർത്തിക്കൊണ്ടാണ്, അഥവാ നമ്മൾ മക്കളെ വളർത്തുന്നു, നമ്മൾ പ്രസവിക്കുന്നു, നമ്മൾ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നു, പ്രസവിക്കുന്നു, മക്കളെ വളർത്തുന്നു, അവർക്ക് നമ്മൾ പലതും നൽകുന്നു. ഇതൊക്കെയും ദീനിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ നിർവഹിക്കേണ്ടത് എന്നതാണ് അതിന്റെ രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത്. അത് കേവലമായ ഒരു ബന്ധമല്ല, മറിച്ച് ഈ അർത്ഥത്തിൽ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ആണും ഒരു പെണ്ണും ഇണതുണകളായി മാറുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ നിലപാടുകൾ, അവരുടെ വസ്ത്രധാരണം, അവരെ ശകാരിക്കുന്നത്, തിരുത്തുന്നത്, സ്നേഹിക്കുന്നത്, കോപിക്കുന്നത് ഒക്കെയും ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാവുക എന്നത് പ്രധാനമാണ്. അല്ലാഹു റസൂല് പറയുന്നുണ്ടല്ലോ,
നിങ്ങളിൽ ഏറ്റവും ഹൈറായ ആളുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി കോപിച്ച ആളുകൾ, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട ആളുകൾ, അള്ളാഹുവിന് വേണ്ടി പിണങ്ങിയ ആളുകൾ, അള്ളാഹുവിന് വേണ്ടി ചേർന്ന ആളുകൾ. ഇത് കുടുംബ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും കുടുംബ ജീവിതത്തിൽ നമ്മൾ ആളുകളെ എങ്ങനെയാണ് തിരുത്താറുള്ളത്? നമ്മൾ ആളുകളോട് അവരെന്താണ് അവരെടുത്ത് നമ്മൾ ഇടപെടാറുള്ളത്? ഏത് ബേസിലാണ് നമ്മൾ അവരോടുള്ള ഇഷ്ടവും അവരോടുള്ള പിണക്കവും ഒക്കെ തീരുമാനിക്കാറുള്ളത് എന്ന് ചോദിച്ചാൽ അവിടെ ഇസ്ലാമിന് വലിയ പ്രസക്തി പലപ്പോഴും കാണാറില്ല. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അവിടെ നിന്നാണല്ലോ ആളുകൾ വളർന്നു വരുന്നത്. അവിടെ നിന്നാണല്ലോ ഒരു സമൂഹത്തെ നയിക്കുവാനുള്ള ആളുകൾ വളർന്നു വരുന്നത്. അവർക്ക് ഇസ്ലാമികമായ മൂല്യങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് പരസ്പരം പകർന്നു കൊടുക്കാൻ കഴിയുക എന്നത് പ്രധാനമാണ്. ഇതിന്റെ ഏറ്റവും അവസാനത്തിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൂടി എത്തുക. ഇവിടെ ഈ ലോകത്ത് മാത്രം ജീവിച്ച് തീർക്കുവാനുള്ള ഒരു ബന്ധത്തിലല്ലല്ലോ നമ്മൾ ഏർപ്പെടുന്നത്. മറിച്ച് നാളെ പരലോകത്തും നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന സ്വഭാവത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ, അങ്ങനെ ഒരു ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കുക. അഥവാ കുടുംബ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയായിട്ട് കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ സുന്ദരമായി ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്ന ഇങ്ങനെ സുന്ദരമായ ഒരു കുടുംബം നിങ്ങൾ പുലർത്തിയാൽ, നമ്മൾ ലിബറലിസത്തിനൊക്കെ ഒരു ഭാഗത്ത് കുറ്റം പറയും. അതായത് മാരേജ് ഓഫ് ഫോബിയ, പെൺകുട്ടികൾക്ക് സവിശേഷമായി വിവാഹം കഴിക്കാൻ പേടിയുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. അതിൻ്റെതായ രീതിയിൽ നമ്മൾ അതിനെ വിമർശിക്കാറുണ്ട്, ഒക്കെയുമുണ്ട്. പക്ഷേ നമ്മുടെ കുടുംബ ജീവിതം അത്തരത്തിൽ തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് പുതുതലമുറക്ക് കൈമാറുന്നുണ്ട് എങ്കിൽ അത് ഇസ്ലാമികമാക്കുക എന്ന് പറയുന്നതും പ്രധാനമാണ്. നമ്മുടെ കുടുംബ ജീവിതം ഇസ്ലാമികമാക്കുക എന്നത് ഈ ലിബറലിസത്തോടുള്ള നമ്മുടെ അറ്റാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം അങ്ങനെ സുന്ദരമായി പഠിപ്പിച്ച ഒരു കുടുംബ ജീവിതത്തെ നമ്മുടേതായ കോൺസെപ്റ്റിലല്ല നിർവഹിക്കേണ്ടത്, മറിച്ച് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്ന രീതിയിൽ അത് നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദം ഇന്നഹു ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الناس أوصيكم إياي ثانيا بتقوى الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم وصدق وبلغ رسالة الكريم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم اجرنا من النار. اللهم اجرنا من النار وأجر والدينا وأمهاتنا وأبنائنا وأصدقائنا وإخواننا من النار. اللهم ربنا تقبل منا صلاتنا
وصيامنا وسجودنا وركوعنا وصدقتنا وقيامنا وسائر أعمالنا يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.